ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ ലോങ് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സാരിയുടെ പീസാണ് എടുത്തിരിക്കുന്നത്. തുണിയെ 4 മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. എനിക്ക് 12 ഇഞ്ച് വേണം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസ് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 1 ഇഞ്ച് താഴേക്കും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനോ അങ്ങനെയാണ് 1.5 ഇഞ്ച് കേട്ടോ. നമുക്ക് അടിയിൽ മടക്കണ്ട, അതൊരു കസവ് വരുന്ന ഭാഗമായിരുന്നു. അപ്പോൾ 1/2 ഇഞ്ച് അലവൻസ് കൊടുത്തിട്ട് 12.5 ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് 24 ഇഞ്ച് വരുന്നതാണ്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 6 എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് ഒരു സ്ക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തുണീനെ. അതിനുശേഷം 4.5 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ചിൽ നെക്ക് വിടുത്തും നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ചിൽ ബാക്കും 3 ഇഞ്ചിൽ ഫ്രണ്ട് നെക്കും കൊടുത്തിട്ട് സ്ക്വയർ നെക്ക് കണ്ട കൊടുത്താൽ മതി. ഇനി ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് 4.5 നിന്ന് താഴോട്ട് ആം ഹോൾ ലെങ്ത്ത് 4.5 കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് എൽ ഷേപ്പിൽ വരച്ചു. ബാക്ക് ആം ഹോൾ റൗണ്ട് 1 ഇഞ്ചിലും ഫ്രണ്ട് ആം ഹോൾ റൗണ്ട് 1/2 ഇഞ്ച് ഉള്ളിലോട്ടായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ് ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഷേപ്പ് വരച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ചാണ് ഞാൻ ഓപ്പൺ കൊടുക്കാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വരച്ചതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് ആം ഹോളും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന ഭാഗത്ത് ഒരു നോച്ചസ് കൊടുക്കാം കേട്ടോ. ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ കുട്ടിയുടെ അളവിനകത്താണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റം വരും കേട്ടോ. ലെങ്ത്ത് നമുക്ക് കൂടിയെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.5 ഇഞ്ച് അലവൻസ് ചേർക്കുക. അടിയിൽ മടക്കി അടിക്കണ്ടെങ്കിൽ 1/2 ഇഞ്ചിൽ അലവൻസ് ചേർത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് ഫേസിങ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് സൈഡിലേക്ക് 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ഒരു സ്ക്വയർ പോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബാക്കിൻ്റെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തുണി 2ആക്കി മടക്കിയിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വലിയ ആൾക്കാരുടെ നമ്മുടെ അളവിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് നമുക്ക് ടേപ്പ് റൗണ്ട് ചെയ്തിട്ട് പിടിച്ചിട്ട് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണ് അളവ് കിട്ടുന്നത് ആ ഒരു അളവ് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് അലവൻസും കൂടി ചേർത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. നമ്മൾ പഫ് സ്ലീവാണ് ചെയ്യേണ്ടത്. എത്രത്തോളം നമുക്ക് ഞെറി എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാനൊരുവിധം വലുപ്പത്തിലോ വീതിയിലോ തുണി എടുത്തിട്ടുണ്ട്. 4ആക്കി മടക്കിയിട്ടിരിക്കും കേട്ടോ. ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് അലവൻസ് ചേർത്താൽ മതി. അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് പൈപ്പിംഗ് വെക്കണം കേട്ടോ. അപ്പോൾ അതിനും നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് അലവൻസ് ചേർത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഫുള്ളായിട്ട് ആ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഞെറി ഇട്ട് കൊടുക്കുന്ന ഭാഗം കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ ഹോൾ റൗണ്ട് നമുക്ക് 4.5 ആയിരുന്നു കിട്ടിയിരുന്നത്. ആ 4.5യുടെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് ഒന്ന് വരച്ചിട്ട് അതിൽ നിന്ന് താഴേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. താഴെ 3.5 ഇഞ്ചാണ് ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്താണത്. 1 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 4 ഇഞ്ച് ഞെറിയിടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു വര വരച്ചിട്ടുണ്ടായില്ലേ, അവിടെ നമ്മൾ മുകളിലും താഴെയും ഒരു നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് സ്ലീവിൻ്റെ ഭാഗം വരണോടത്ത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് വെട്ടാം. 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് വെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടിയിൽ ഒരു പൈപ്പിംഗ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയിലോ 1.5 ഇഞ്ച് വീതിയിലോ നമുക്ക് തുണി എടുക്കാം. എത്ര നീളം നമുക്കുണ്ട് തുണിക്ക് അതനുസരിച്ച് നീളം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2ആക്കി മടക്കിയതിന് ശേഷം ഇതുപോലെ 2 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുക്കാം. സെൻറ്റർ ഭാഗം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കൊളുത്ത് വെക്കാനുള്ള പീസും കൊളുത്താനുള്ള പീസും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എത്രത്തോളം വേണം നമ്മൾ ആ നെക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എത്ര വേണമെന്ന് നോക്കാം. അപ്പോൾ ഒരു 11 ഇഞ്ച് ഉണ്ട്. തള്ളി നിൽക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഫേസിംഗ് ആണ് കട്ട് ചെയ്യുന്നത്. ബൈൻഡിങ് വേറെ നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഫേസിംഗ് കട്ട് ചെയ്യുക. ഇടത് ഭാഗത്താണ് നമ്മൾ ഫേസിംഗ് വെക്കുന്നത്. 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ 11 ഇഞ്ച് നീളത്തിലും തുണി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബൈൻഡിങ് കട്ട് ചെയ്യുക. വലതുവശത്ത് കൊളുത്ത് വെക്കാനുള്ള പീസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 2.5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ 11 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലും 2 പീസുകൾ കട്ട് ചെയ്തതിന് ശേഷം
ഡാട്ട് വരയ്ക്കാം. ഡാട്ട് വരയ്ക്കാൻ വേണ്ടി ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് താഴേക്ക് ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് താഴേക്ക് ഒരു 5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഡാട്ടിൻ്റെ പോയിന്റ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നു അങ്ങനെ വരച്ചു കൊടുത്തത് സിമ്പിളായിട്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 4 ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും നമ്മൾ ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോക്കിൻ്റെ പാട് അപ്പുറത്ത് തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് 4 ഭാഗത്തും ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസിങ് റെഡിയാക്കാം. ഫേസിങ്ങിൻ്റെ സൈഡ് ഭാഗം 4 ഇഞ്ചിലൊന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഒരു 4 ഇഞ്ചിൽ മടക്കിയിട്ട് ചുറ്റും ഇതുപോലെ 3 വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട. അപ്പോൾ അറ്റഭാഗം എത്തുമ്പോൾ പ്രഷർ ഫൂട്ട് ഒന്ന് പൊന്തിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ഭാഗവും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ചെയ്തതിന് ശേഷം ഫേസിങ്ങിൻ്റെ അറ്റഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നല്ല തുണിയുടെ നല്ല വശം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഫേസിങ് ചീത്ത വശം മുകളിൽ വരുന്ന രീതിയിലും വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ 2 കോർണർ ഭാഗത്തും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിനെ ഒന്ന് മറച്ചിട്ടിട്ട് മുകൾ ഭാഗത്തൂടെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കേണ്ട നല്ല വശത്ത്. ഭാഗത്തുമ്പോൾ പ്രഷർ ഫുട്ട് പൊന്തിച്ചതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 ഭാഗങ്ങളും ചെയ്തെടുക്കാം. 2 ഭാഗങ്ങളും ചെയ്തതിന് ശേഷം ഡാട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡാട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 4 ഡാട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യണേക്കാട്ടും മുമ്പായിട്ട് നമുക്ക് ഫേസിങ്ങും ബൈൻഡിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ടായില്ല. അത് കട്ട് ചെയ്തതിന് ശേഷം ആദ്യം ഫേസിങ് സ്റ്റിച്ച് ചെയ്യുക. ഇടത് ഭാഗത്ത് നല്ല തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് മറക്കേണ്ട ചെയ്യുന്നത്. അതിന് ശേഷം ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം. ഇതാ നല്ല വശത്ത് വെച്ചിട്ട് ഞാനിവിടെ ഫേസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും അടിഭാഗത്തും ഒന്ന് മടക്കി കൊടുത്തിട്ട് സെറ്റാക്കി കൊടുത്തതിന് ശേഷം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ചീത്ത വശത്ത് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 4 ഇഞ്ച് മടക്കിയതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട അറ്റം വരെ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് വീഡിയോനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്. ഫേസിങ് വെക്കുന്നത് ഇടതുവശത്താണ്. നല്ല ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഒന്ന് മടക്കി കൊടുക്കുക. അടിഭാഗം എത്തുമ്പോൾ അടിഭാഗം ഒന്ന് മടക്കിയിട്ട് കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ചീത്ത വശത്തേക്ക് മറച്ചിട്ട് 4 ഇഞ്ച് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബൈൻഡിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പുറത്തെ വശത്ത് വലത് ഭാഗത്താണ് നമ്മൾ ബൈൻഡിങ് കൊളുത്ത് വെക്കുന്നത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിന് 2.5 ഇഞ്ച് വീതി ഉണ്ടാവും. നമ്മൾ ചീത്ത വശത്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഫേസിങ് സ്റ്റിച്ച് ചെയ്ത പോലെ മടക്കിയിട്ട് തന്നെയാണ് ഫ്രണ്ട് ഭാഗത്തും അടിഭാഗത്തും വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പുറമേക്ക് കുറച്ചൊരു 4 ഇഞ്ചൊക്കെ തള്ളി നിൽക്കുന്ന രീതിയിൽ മടക്കിയതിന് ശേഷമാണ് 4 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം കൊളുത്താനുള്ള ഹോളുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ മാർക്കുകളായിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക എവിടെയൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു വി ഷേപ്പിലാണ് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ആ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ അടുത്ത ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വി ഷേപ്പ് ആദ്യം കൊടുത്തിട്ട് അങ്ങനെ 4 സ്റ്റിച്ച് പോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിന് നമ്മൾ പഫ് സ്ലീവിന് വേണ്ടിയിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായി. ആ നോച്ചസ് ഇട്ട ഭാഗത്ത് നിന്ന് നമ്മൾ ചെറിയ ചെറിയ ഞെറികൾ പോലെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട. അപ്പോൾ ആദ്യം നോച്ചസ് എവിടെയാണോ നമ്മൾ ഇട്ട് കൊടുത്തത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് രണ്ടാമത്തെ നോച്ചസ് എവിടെയാണോ വരുന്നത് അവിടെ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഞെറികൾ പോലെ നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് ആദ്യ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് ഇടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് എങ്ങനെയാണ് ഇട്ടത് അതുപോലെ കറക്റ്റായിട്ട് താഴെ അങ്ങനെ ഇടാണ്ട് നേരെ തിരിച്ച് ഞെറികൾ ഇട്ട് കൊടുക്കുക. എന്നാലാണ് ഒന്ന് പൊന്തിയൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞെറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഒരു പൈപ്പിംഗ് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് താഴെ ഭാഗം ചീത്ത വശത്ത് 2 ഇഞ്ച് വീതിയുള്ള തുണി മടക്കിയതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
എന്നിട്ട് നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചിട്ട് അതിൻ്റെ അറ്റത്തുകൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് വീഡിയോനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബാക്കിയുള്ള പീസ് കട്ട് ചെയ്യാനുണ്ട്, കുറച്ച് നീട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 സ്ലീവും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അധികം തുണിയൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ അത് കുറച്ച് വലിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് 6 ഇഞ്ചിലോ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ സ്ലീവ് 2ഉം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. നല്ല വശം വരുന്ന രീതിയിൽ 2ഉം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ആം ഹോള് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഭാഗത്ത് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായില്ലേ, അവിടെ നിന്ന് തുടങ്ങി ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. ആ അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 തവണ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കൈകളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് അലവൻസാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താഴേക്ക് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് നമുക്കിനി ഓപ്പൺ ആക്കി കൊടുക്കാനാണ്. അപ്പോൾ ഓപ്പൺ ഇതുപോലെ നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യണ പോലെ തന്നെ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി, അതിനുശേഷം വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ അറ്റഭാഗം എത്തുമ്പോൾ പ്രഷർ ഫൂട്ട് ഒന്ന് പൊന്തിച്ചതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതുപോലെ തന്നെ അടുത്ത ഭാഗവും ചെയ്തെടുക്കുക. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതേ 2 ഓപ്പണും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുളത്ത് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ 4 കുളത്തുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുളത്ത് നമ്മൾ കറക്റ്റ് തുന്നി വയ്ക്കുക. അതിനുശേഷം നമുക്ക് കുളത്തിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ലോങ് ബ്ലൗസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് പാവാട തയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ലോങ് ബ്ലൗസ് തയ്ക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.